ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ ഇന്നും നമ്മൾ ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം ഡിലേ വന്നു, ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 2023-ലും 2024-ലും PSC നടത്തിയ എക്സാംസിൽ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 4ാമത്തെ ക്ലാസ് ആണത്. അപ്പോൾ ഇതിനകത്ത് കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ടുള്ള പോർഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ആദ്യത്തെ ഫേസ് വരുന്നവരും കാദിബോൾ LDC-കാരും ഷുവറായിട്ടും നന്നായിട്ട് പഠിക്കുക. ഒരു സുവർണ അവസരമാണ് നമുക്ക് ഈ വർഷം കിട്ടിയിരിക്കുന്നത്. കാരണം ഒരൊറ്റ എക്സാം ഉള്ളൂ LD ക്ലർക്കിന്. ഓക്കെ, നമുക്ക് നമ്മുടെ പോർഷൻസിലേക്ക് കിടക്കാം. ചന്ദ്രയാൻ 3. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ഏത്? ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ്. ലക്ഷ്യങ്ങൾ, ദൗത്യ ലക്ഷ്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാട്ടോ. ദൗത്യ ലക്ഷ്യങ്ങൾ എങ്ങനെയാണെന്ന് അവർ ഇങ്ങനെ തന്നെ ചോദിച്ചു, ഇങ്ങനെ പോയിന്റ് ആയിട്ട് തന്നെ ചോദിച്ചു. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകുമെന്ന് ബോധ്യപ്പെടുത്തുക, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് 3 എക്സാമിന് ഈ പ്രാവശ്യം 2024 നടത്തിയ ഒരു എക്സാമിന് ഇത് 3 ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ലക്ഷ്യം? ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക, ഉപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകുമെന്ന് ബോധ്യപ്പെടുത്തുക, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14-ലാണ് ഇത് വിക്ഷേപിച്ചതും. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2023 ജൂലൈ 14-ലാണ് ഇത് വിക്ഷേപിച്ചത്. അതും എക്സാമിന് ചോദിക്കുന്നുണ്ട്. വിക്ഷേപിച്ച വാഹനം വെരി വെരി ഇമ്പോർട്ടന്റ്. LV-M3M4. വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ഇതും ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചു. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ഭാരം 3900 കിലോഗ്രാം. ലാൻഡറിന്റെ പേര് വിക്രം, റോവറിന്റെ പേര് പ്രഖ്യാൻ. അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. റോവറിന്റെ പേരെന്താണ്? പ്രഖ്യാൻ. ഇനി പേടകത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് വേർപെടുത്തിയത് ഓഗസ്റ്റ് 1, 2023-ലാണ്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ഇത് വേർപെടുത്തിയത് ഓഗസ്റ്റ് 1, 2023-ലാണ്. മൂണിന്റെ ഓർബിറ്റിൽ എത്തിയത് 2023 ഓഗസ്റ്റ് 5-നാണ്. മൂണിന്റെ ഓർബിറ്റലിൽ എത്തിയത്. ടോട്ടൽ കോസ്റ്റ് 615 കോടി രൂപയായിരുന്നു ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത തീയതി 2023 ഓഗസ്റ്റ് 23-ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത തീയതി ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. വൈകുന്നേരം 6:04-നാണ് ഇത് സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ഈ സമയത്ത് ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്ന് പറയുന്നത് ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്നാണ് നമുക്ക് ലഭിച്ച, അതായത് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23-നാണ്. വൈകുന്നേരം 6:04-ട്ടോ. ഇനി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 20. അത് എവിടെയാ അത് സോഫ്റ്റ് ലാൻഡ് ചെയ്തത്? അതാണ് നമ്മുടെ അച്ചീവ്മെന്റ്. ഈ പ്രാവശ്യത്തെ ചന്ദ്രയാൻ 3-ന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. എവിടെ? ചന്ദ്രനില്. അത് എവിടെയാണ്? ദക്ഷിണ ധ്രുവത്തിലാണ്. അതായത് നമുക്ക് വലിയൊരു അച്ചീവ്മെന്റ് നമ്മുടെ രാജ്യത്തിന് കിട്ടി. എന്താണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, ചന്ദ്രനിലേക്കുള്ള മിഷൻസ് ദൗത്യങ്ങളിൽ 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇത് കൂടാതെ USA, ചൈന, സോവിയറ്റ് യൂണിയൻ ഒക്കെ മിഷൻസ് ദൗത്യങ്ങളൊക്കെ പലതും നടത്തിയിട്ടുണ്ടെങ്കിലും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. എത്ര ദിവസം എടുത്തു? 41 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. 41 ദിവസത്തെ. ഇനി ചന്ദ്രനിലെ ഗർത്തങ്ങളായ മാൻസിനസ് സി, സിം, പൊലിസസ് എന്നിവയ്ക്ക് ഇടയിലുള്ള സമതലത്തിലാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. എവിടെയാണ്? ആ കറക്റ്റ് എക്സാക്ട് സ്ഥലം പറയുവാണെങ്കിൽ 2 ഗർത്തങ്ങളുണ്ട്. അതിന്റെ പേരെന്തൊക്കെയാണ്? മാൻസിനസ് സി, സിമ്മും പൊലിസസും. അവിടെയാണ്. അവിടെ നിന്ന് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് എന്തായിരുന്നു? ഐ ഫീൽ ലൂണാർ ഗ്രാവിറ്റി. ആ മെസ്സേജ് എന്തായിരുന്നു? ഐ ഫീൽ ലൂണാർ ഗ്രാവിറ്റി. ഈ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം, സേഫ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന്റെ പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ് ശിവശക്തി പോയിന്റ്. ഈ പേര് കൊടുത്തത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിയാണ്.
ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അല്ലാണ്ട് പറയുവാണെങ്കിൽ ചാന്ദ്ര ദൗത്യങ്ങളിലൊക്കെ വരുന്ന 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇത് കൂടാതെ USA, സോവിയറ്റ് യൂണിയൻ, ചൈനയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്തെ മണ്ണിലാണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ലാൻഡറിന്റെ പേരെന്താണ്? വിക്രം എന്നാണ് ലാൻഡറിന്റെ പേര്. ഇതിനകത്ത് പേലോഡുകൾ ഉണ്ട്. ഈ പേലോഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ മാത്രമല്ല നാസയുടെ പേലോഡുകളും അതിനകത്ത് ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ലാൻഡറിനകത്ത് 3 പേലോഡുകൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരെന്തൊക്കെയാണ്? രാംബ LP, STE, ILSA. ഇത് 3ഉം ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചത്. താഴെ തന്നിരിക്കുന്നവര് വിക്രം, അതായത് ലാൻഡറിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യയുടെ പേലോഡുകൾ ഏതൊക്കെയാണ്? രാംബ LP, STE, ILSA. അത് ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചു. ഇത് കൂടാതെ നാസയുടെ വിക്രം ലാൻഡറിലുള്ള നാസ രൂപകൽപ്പന ചെയ്ത പേലോഡിന്റെ പേരാണ് LRA. എന്താണ് പേര്? LRA. ഓക്കെ, ഇത് നാസയുടെ പേലോഡാണ്. നമ്മുടെ ലാൻഡറിന്റെ പേരെന്താ? ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേരെന്താ? വിക്രം എന്നാണ്. ആ വിക്രത്തിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ 3 പേലോഡുകൾ ഉണ്ടായിരുന്നു. അതാണ് രാംബ LP, STE, ILSA. ഇമ്പോർട്ടന്റ് ആണ്. ഈ വിക്രം ലാൻഡറിനകത്ത് നമ്മുടെ നാസ രൂപകൽപ്പന ചെയ്ത ഒരു പേലോഡ് ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് LRA. ഓക്കെ, റോവർ പ്രഖ്യാൻ ഇത് പേലോഡാട്ടോ. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. പേലോഡിന്റെ എണ്ണം 2 ആണ്. റോവറിനകത്ത് 2, ലാൻഡറിനകത്ത് 3. റോവറിനകത്ത് 2, ലാൻഡറിനകത്ത് 3. അത് ഏതൊക്കെയാ? LIBS ലിബ്സ്, APXS. ഏതാണ്? APXS. 2 എണ്ണമാണ് റോവറിനകത്ത് ഉണ്ടായിരുന്നത്. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡും കൂടി ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ഷേപ്പ്. എന്താണ്? ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂള് പേലോഡും കൂടി ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ഷേപ്പ്. അപ്പൊ ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. ലാൻഡർ, വിക്രം, അതിനകത്തുണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യയുടെ പേലോഡുകൾ എടുത്തു ചോദിച്ചു. ഇത് 3ഉമാണ്. ഇനി ചിലപ്പോൾ റോവറിനകത്തുള്ള പേലോഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാനായിരിക്കും മിക്കവാറും അടുത്തതിനൊരു ചാൻസ് ഉള്ളത്. സോ ISROയുടെ ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ 3 വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. നിങ്ങൾ എടുത്തു നോക്കിക്കോ. 23 വിക്ഷേപിച്ച് അതിനുശേഷമുള്ള ഒരുപാട് PSC പരീക്ഷകൾ 2024 നടത്തിയ ഒരുപാട് PSC പരീക്ഷകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചന്ദ്രയാൻ 3നെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കറിയാം നമ്മുടെ ISROയുടെ ചെയർമാൻ ആരാണ്? S സോമനാഥ് ആണ് നമ്മുടെ ISROയുടെ ചെയർമാൻ. 5ാമത്തെ മലയാളിയാണ്. ISROയുടെ ചെയർമാൻ ആകുന്ന 5ാമത്തെ മലയാളിയാണ് S സോമനാഥ്. അതുകൂടാതെ 10ാമത്തെ ISROയുടെ ചെയർമാൻ കൂടിയാണ് S സോമനാഥ്. ആരായിരുന്നു ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ? ഒരുപാട് എക്സാമിന് ചോദിക്കുന്നതാട്ടോ. P വീരമുത്തുവേൽ. പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേൽ. ഡെപ്യൂട്ടി ഡയറക്ടർ ആരായിരുന്നു? K കൽപ്പന. ആരായിരുന്നു ഇതിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ? പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേൽ ആയിരുന്നു. ഡെപ്യൂട്ടി ഡയറക്ടർ K കൽപ്പന. മിഷൻ ഡയറക്ടർ മോഹൻകുമാർ. സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടർ M ശങ്കരൻ. ആരാണ്? മിഷൻ ഡയറക്ടർ ആരാണ്? മോഹൻകുമാർ ആണ്. സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടർ M ശങ്കർ ആണ്. അതിനകത്ത് ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേൽ. അത് പല എക്സാമിനും ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുവാണ്. ചന്ദ്രയാൻ 1 വേണമെങ്കിൽ കയറി ചോദിക്കാം. എന്നാണ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22 അന്നത്തെ വിക്ഷേപണ വാഹനം PSLV XLC-11 ആണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 അന്നത്തെ നമ്മുടെ ഇത് GSLV Mark 3 N1 ആണ്. ഓക്കെ, അപ്പൊ ഈ ഡേറ്റ്സ് ഷുവറായിട്ടും പഠിച്ചിരിക്കുക. ഇതെന്ന് വിക്ഷേപിച്ചു എന്നുള്ളത്. ഈ പ്രാവശ്യത്തെ ചന്ദ്രയാൻ 3ലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അത് ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് 2023 ഓഗസ്റ്റ് 23. കാരണം ആദ്യമായിട്ട് ആ നേട്ടം കൈവരിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് അങ്ങനെ എടുത്തു ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ലാൻഡറായ വിക്രത്തിനകത്തും റോവറായ പ്രഖ്യാനകത്തും യൂസ് ചെയ്തിരിക്കുന്ന പേലോഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചോദിക്കാനുള്ള ചാൻസ് നല്ല ഇതിപ്പോ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. ഈ ഒരു എക്സാമിന് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു.
ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ചോദിച്ച ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം. അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഇതേ കണ്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം 2024 ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. താഴെ പറഞ്ഞവൽ ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങൾ. നമ്മളിപ്പോ കണ്ടതാണ്, ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തും. ഇത് മൂന്നും കറക്റ്റ് ആണ്, നമ്മളിപ്പോ പഠിച്ചതാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവർ ഏതാണ്? റോവർ പ്രഖ്യാനാണ്. ലാൻഡർ ഏതാണ്? വിക്രമാണ്. ഓക്കെ, ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? റോക്കറ്റ് വനിത ഋതു കരിതാളാണ്. ഋതു കരിതാളാണ്. ഓക്കെ, അടുത്തത് താഴെ പറഞ്ഞ ചന്ദ്രയാൻ 3മായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഇതൊക്കെ ഈ വർഷം ചോദിച്ചാട്ടെ. ഇപ്പൊ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 6 മാസം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് അവർ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. താഴെ പറയുന്നവർ ചന്ദ്രയാൻ 3മായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തുമ്പയിൽ നിന്ന് വിക്ഷേപണം നടത്തി. ശരിയാണോ? അല്ല, ഒരു ബന്ധവും ഇല്ല. നമുക്കറിയാം ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം നടത്തിയത്. കറക്റ്റ് ആണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. അതും കറക്റ്റ് ആണ്. ആ ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതിപ്പോ നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ ഒന്ന് മാത്രമാണ് ഇവിടെ റോങ് ആയിട്ട് വരുന്നത്. ചന്ദ്രയാൻ 3ലെ വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് ശേഷമാണ്? അത് 14 ചാന്ദ്ര ദിനങ്ങളാണ് കേട്ടോ. 14 ചാന്ദ്ര ദിനങ്ങളാണ് അവന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ഡോക്ടർ പി വീരമുത്തുവലി. ഇപ്പൊ കണ്ടോ, ഈ പ്രാവശ്യം ചോദിച്ചതാണ്. കണ്ടോ, ചന്ദ്രയാൻ 1 അവർ കയറി ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത്. ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ, ലാൻഡറിൽ വരുന്ന പേലോഡുകൾ ഏതൊക്കെയാ? എയും സിയും ഡിയും വരും. ഷേപ്പ് എന്ന് പറഞ്ഞ എന്താണ്? അത് പ്രൊപ്പൽഷൻ ഇതിനകത്ത് വരുന്ന ഇതാണ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടോ, ആൻസർ ഏതാണ്? ബി ആണ്. കണ്ടോ, അവർ ഈ പ്രാവശ്യത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ ഇത്. എടുത്തവർ ചോദിച്ചു ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകൾ ഏതൊക്കെയാണ്. അതിപ്പോ നമ്മൾ പഠിച്ചതാണ്. 3 പേലോഡുകളാണ് ഉള്ളത്. ലാൻഡറിൽ 3 പേലോഡുകളാണ് ഉള്ളത്. കണ്ടോ, രാംഫായൽ പി, CHST ILSA, റോവർ പ്രഖ്യാനകത്ത് 2 പേലോഡുകളാണ് ഉള്ളത്. 2 ഏതൊക്കെയാണ്? LIBS-ഉം APXS-ഉം. പിന്നെ വിക്രമിനകത്ത്, ലാൻഡറിനകത്ത് നാസ രൂപകൽപ്പന ചെയ്ത, വേണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന്റെ പേരെന്താണ്? LRI. ബാക്കി 3 ഇന്ത്യ രൂപകൽപ്പന ചെയ്ത പേലോഡുകളാണ്. അപ്പൊ കണ്ടോ, വളരെ ഡെപ്തിൽ തന്നെ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നന്നായിട്ട് ഡെപ്തിൽ പഠിച്ചാലാണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക ഉള്ളൂ. ഇനി അടുത്തത്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എക്സാമിന് കണ്ട നമ്മുടെ കേരളവും ഭരണവും ഭരണ സംവിധാനം, കേരള അഡ്മിനിസ്ട്രേഷനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് കില. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടു. ചിലപ്പോൾ ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കില. കില എന്താണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് കിലയുടെ ഫുൾ ഫോം? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. എന്നാണ് സ്ഥാപിതമായത്? 1990-ലാണ് ഇത് സ്ഥാപിതമായത്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? മുളങ്കുന്നത്തുകാവ്, തൃശ്ശൂർ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? മുളങ്കുന്നത്തുകാവ്, തൃശ്ശൂർ. എന്താണ് ഇതിന്റെ ലക്ഷ്യം? എന്താണ് ഈ സ്ഥാപനത്തിന്റെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് കില. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കേരള സർക്കാരിന്റെ ഏത് വകുപ്പിന്റെ കീഴിലാണ് വരുന്നത്? തദ്ദേശ ഭരണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനമാണ് കില. സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനമാണ് കില. ഇനി നമ്മുടെ കഴിഞ്ഞ വർഷം 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തൃശ്ശൂരാണ്. നമ്മളിപ്പോ കണ്ടു, തൃശ്ശൂർ മുളങ്കുന്നത്ത് കാവാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. 1990-ലാണ് ഇത് ഫോം ചെയ്തത്. കില ഒരു സ്വയം ഭരണ അധികാര സ്ഥാപനമാണ്. അതെ, ഒരു സ്വയം ഭരണ അധികാരമുള്ള സ്ഥാപനമാണ് കില. ഇതിന്റെ ചെയർപേഴ്സൺ ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കിലയുടെ ഭരണസമിതിയുടെ ചെയർപേഴ്സൺ. അതും ശരിയാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കില ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ, ഒന്നല്ല 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ചിലപ്പോൾ കയറി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് കില. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഹെഡ് ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ്.
മുളങ്കുന്നത്ത് കാവാണ്. ഇത് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന കേരള സർക്കാർ സ്ഥാപനമാണിത്. ഏതിന്റെ കീഴിലാണ് വരുന്നത്? തദ്ദേശ ഭരണ വകുപ്പിന്റെ കീഴിലാണ് വരുന്നത്. ഒരു സ്വയം ഭരണ അധികാരമുള്ള സ്ഥാപനമാണ്. അത് നമ്മളുണ്ടല്ലോ, നമുക്കിപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാൻ, ഫോർ എക്സാമ്പിൾ കേരള ദുരന്ത നിവാരണ അതോറിറ്റി, അതായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അത് സ്വയം ഭരണ അധികാരമുള്ളതാണോ? നമ്മൾ അത് എടുത്ത് പഠിക്കണം. അവർ അങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ കില എന്താണ്? സ്വയം ഭരണ അധികാരമുള്ള ഒരു സ്ഥാപനമാണ് കില. ഇതിന്റെ ചെയർപേഴ്സൺ ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തത് കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നമുക്കറിയാം 2022 തൊട്ട് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് നാറ്റോ. കാരണം എന്താണ്? യുക്രൈനും റഷ്യയായിട്ട് യുദ്ധം നടന്നപ്പോൾ നാറ്റോയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ആ വർഷം തന്നെ 2022 10th പ്രിലിംസിൽ തന്നെ PSC നാറ്റോനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുകൂടാതെ പിന്നെയുള്ള പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നാറ്റോ ഒരു ടോപ്പിക്കായിരുന്നു. അപ്പൊ ഷുവറായിട്ട് നാറ്റോനെ കുറിച്ച് പഠിച്ചിരിക്കണം. ഞാനിപ്പോൾ കുറച്ച് ഫാക്ട്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, മുഴുവൻ 32 അംഗങ്ങളുണ്ട്. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 32 മെമ്പേഴ്സ് ഉണ്ട്. സ്വീഡൻ ആണ് ഈ വർഷം 32ാമത്തെ രാജ്യം. ഷുവർ ആയിട്ടും പഠിച്ചിരിക്കണം, ഉറപ്പായിട്ടും അവർ ചോദിക്കും. ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. എന്ത്? 32ാമത്തെ രാജ്യം. നോക്കിക്കേ, ടോട്ടൽ 32 അംഗങ്ങളായി ഇപ്പൊ നാറ്റോയില്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ നിലവിൽ 32 അംഗങ്ങളുണ്ട്. അതിലെ 32ാമത്തെ അംഗമാണ് ആര്? സ്വീഡൻ. എത്രയാണ്? 32ാമത്തെ അംഗമാണ് സ്വീഡൻ. ഷുവറായിട്ടും പഠിച്ചിരിക്കണം. എന്നാണ് അവർ അംഗമായത്? 7 മാർച്ച് 2024. 7 മാർച്ച് 2020. കേട്ടോ, ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്, ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി 31ാമത്തെ രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ് 31ാമത്തെ രാജ്യം. എന്നാണ് അവർ മെമ്പർ ആയത്? 4 ഏപ്രിൽ 2023. ഇത് കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ചോദിച്ചു. അതായത് കഴിഞ്ഞ വർഷം നാറ്റോയിലേക്ക് പുതിയതായിട്ട് അംഗത്വം നേടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു. ഫിൻലാൻഡ് ആയിരുന്നു ആൻസർ. 2023 ഏപ്രിൽ 4 ഈ വർഷം ചോദിക്കാം. നാറ്റോയിലേക്ക് ഈ വർഷം പുതിയതായിട്ട് ചേർന്ന മെമ്പർ ഏത് രാജ്യമാണ്? സ്വീഡൻ ആണ്. 7 മാർച്ച് 2024. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ചോദിക്കാം, നാറ്റോയിലെ 32ാമത് അംഗമായ രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. നാറ്റോയിലെ 31ാമത്തെ അംഗമായ രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ്. അങ്ങനെയും അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ക്ലാരിറ്റിയിൽ വേണം പഠിക്കാൻ. അപ്പൊ നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ, 31ാമത്തെ രാജ്യമാണ് ഫിൻലൻഡ്. അത് ഓൾറെഡി എക്സാമിന് കഴിഞ്ഞ വർഷം ചോദിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു സംഭവമായതുകൊണ്ട് ഈ വർഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പൊ നാറ്റോ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ഫാക്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ഫാക്ട്സ് ഉണ്ട്, ഞാൻ കുറച്ച് ഫാക്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഒന്ന് നോക്കി വെക്കേണ്ട ടോപ്പിക്കാണ്, PSC ചോദിക്കുന്നുണ്ട്. ചന്ദ്രയാൻ 3 ഒരു കാരണവശാലും വിട്ടുകളയരുത്, ഷുവറായിട്ടും പഠിച്ചിരിക്കണം. ഈ വർഷം 2024 ഇപ്പൊ ജൂൺ ആയുള്ളൂ, 6 മാസം ആയപ്പോഴേക്കും അവർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതേ കണ്ടോ, വളരെ ഡെപ്തിൽ തന്നെ അവർ ഈ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലാൻഡറിനകത്തുള്ള പേലോഡുകളുടെ പേര് വരെ എടുത്ത് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പേലോഡ് ഓൾറെഡി ചോദിച്ചു, റോവറിന്റെ പേരുകൾ ഷുവറായിട്ടും പഠിച്ചിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയുള്ള ദിവസങ്ങൾ ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോസും മോക്ക് ടെസ്റ്റ് 100 മാർക്കിന്റെ വീഡിയോസും ആണ് വരാൻ പോകുന്നത്. നന്നായിട്ട് പഠിക്കുക, നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.